ഫാക്ടം ബോക്സ് ഉപയോഗിക്കും. ഉഴുത് കുമ്മായ ഇടും. കുമ്മായ ഇട്ട് ഈ പുല്ലുകളൊക്കെ ബെഡ് ഉണ്ടാക്കി എന്ന് വെച്ച് കഴിഞ്ഞാല് പാകല് പാകി നമ്മൾ എത്ര ദിവസം കഴിയുമ്പോഴാണ് അതിപ്പോ 4 ദിവസം 21, 28 വരെയുണ്ട്. 20, 21, 28 10 ദിവസം 30 ദിവസത്തിന് ഇടയ്ക്ക് വെച്ച് പറിച്ചു കളയും. അത് പറിച്ച് നമ്മള് ഇതുപോലെ നടണം. നടയുന്നു. അതിനുശേഷം നമ്മള് ഏത് വളം ഇടണം? ഫാക്ടം ബോക്സ്, ചാണകം, എല്ലുപൊടി, വേപ്പ് മണ്ണാക്ക്, യൂറിയ, NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നാണ് 3 ഷോർട്ട് ഫോം ആണ്. അത് പാല് ഉറച്ച് വറക്കണം. അതിൻ്റെ ഉള്ളിൽ പാല് വരും. പൂവായി കഴിഞ്ഞുള്ള ഇതാണ് ഈ ഇതായേക്കണം. ഇതിന്റെ ഉള്ളില് പൂവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ പതിയെ പാല് വരും. ഇതിന്റെ ഒന്നും പാല് ഇതണ്ട, ഇതിന്റെ ഉള്ളിലൊക്കെ പാല് ഉറച്ചു തുടങ്ങി. കണ്ട പാല് കണ്ട പാലാവും. ഈ പാലിന് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് ഉറക്കുക. അപ്പൊ എന്താവും? അത് വിത്തിട്ട് നമ്മൾ കൊയ്യണ വരെയുള്ള ഒരു കാലയളവാണ് പറഞ്ഞ 120 ദിവസം, 4 മാസം. ഈ ചെടിയുടെ പേര് പൗർണമി എന്നാണ് ഇതിന്റെ പേര്. നെല്ലിന്റെ പേര് പൗർണമി എന്നാണ്. 3 മാസം ഉള്ള നെല്ലുമുണ്ട്. ഇത് നമ്മൾ വിത്തിട്ട ദിവസം തുടങ്ങിയാണ് കൂട്ടണത്. വിത്തിട്ടത് നമ്മൾ ജൂലൈ മാസം 10-ാം തീയതിയാണ് വിത്തിട്ടത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നവംബർ 10-ന് കൊയ്യാം, 4 മാസം തികയും. എന്നാലും നവംബർ ലാസ്റ്റോട് കൂടി ഇതെല്ലാം നെല്ലായി മാറും. സ്വർണ്ണ കളറിൽ വന്ന് നമുക്കത് കാണാൻ പറ്റും. നമ്മൾ ആഗ്രഹിച്ച ആ ഒരു അസുലഭ നിമിഷം നമുക്ക് എല്ലാവർക്കും കാണാം. ഇത് നമ്മൾ ഇറിഗേഷൻ നമുക്ക് അതിൻ്റെ മെഷീൻ സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഇറിഗേഷൻ്റെ സംവിധാനം ഇവിടെയുണ്ട്. പക്ഷേ കഴിഞ്ഞ 19-ലെ വെള്ളത്തിന് 18-ലെ വെള്ളത്തിന് അതെല്ലാം നശിച്ചു പോയി. ഇപ്പോൾ രണ്ടാമത് മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്തുകൊണ്ട് 8.5 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് നമുക്ക് ഇറിഗേഷൻ സംവിധാനം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കനാലുണ്ട്. ആ കനാലിൽ കൂടെ വെള്ളം വന്ന് ആ വെള്ളമാണ് നമ്മൾ കൃഷി ഈ പല ഭാഗത്തേക്ക് കയറ്റിവിടുന്നത്. ആദ്യ സമയത്ത് നമ്മളിത് നട്ട സമയത്ത് നമുക്ക് ഇറിഗേഷൻ സംവിധാനം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ തോട്ടിൽ നിന്ന്